ഈ റോഡിൻ്റെ പേരാണ് SH22. സ്റ്റേറ്റ് ഹൈവേ 22 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നും ഷൊർണൂരിലേക്കാണ് ഈ റോഡ് പോകുന്നത്. ഇരിഞ്ഞാലക്കുട ടൗൺ, തൃശ്ശൂർ സിറ്റി, വടക്കാഞ്ചേരി ടൗൺ, ഈ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന റോഡ് കൂടിയാണിത്. തൃശ്ശൂർ സിറ്റിയിൽ ബൈപ്പാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ റോഡ് തൃശ്ശൂർ റൗണ്ട് കൂടിയും കടന്നു പോകുന്നുണ്ട്. 70 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. നിങ്ങളിൽ പലരും ഇതുപോലുള്ള റോഡിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടാവും. എങ്കിലും എടുത്ത് പറയാണ്, ഈ റോഡിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ? ഇതൊരു കോൺക്രീറ്റ് റോഡാണ്. കോൺക്രീറ്റ് ഹൈവേകൾ കേരളത്തിൽ പല സ്ഥലത്തുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. ഈ റോഡ് പണി ഇവിടെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. ഇപ്പോഴും ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്കാണ് പോകുന്നത്. ഇതുവരെ തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്കുള്ള പണി പൂർത്തിയായിട്ടില്ല. മാപ്രാണം ഭാഗത്തൊക്കെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. കാരണം ഇതൊരു കോൺക്രീറ്റ് ഹൈവേ ആണ്. ഇത് നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു വെറൈറ്റി ഫീലിംഗ് ആണ് തോന്നിയത് ഇതിലെ വണ്ടി ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ചൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, എനിക്ക് നമ്മൾ റബ്ബറൈസ്ഡ് റോഡിൽ കൂടെ ഓടിക്കുന്ന പോലെയല്ല ഈ റോഡിൽ കൂടെ ഓടിക്കാനായിട്ട് ഒരു ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം എങ്ങാനും റോഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് പരിക്ക് പറ്റുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട് ഈ റോഡ് കാണുമ്പോൾ തന്നെ. മറ്റുള്ള ഹൈവേസിനെ നമ്മൾ സാധാരണ റബ്ബറൈസ്ഡ് റോഡ് എന്നാണ് പറയുന്നതെങ്കിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് റബ്ബറൈസ്ഡ് ബിറ്റൂമിനസ് റോഡെന്നും റബ്ബറൈസ്ഡ് ആസ്ഫാൾട്ട് റോഡെന്നൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. ഈ SH22 തൃശ്ശൂർ തൊട്ട് കൊടുങ്ങല്ലൂർ വരെ, പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട വരെ ഒരുപാട് കയറ്റിറക്കങ്ങളൊക്കെ ഉള്ളൊരു റൂട്ടാണ്. ഇത് നേരത്തെ നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ റോഡ് പിന്നീട് ഒരു കോൺക്രീറ്റ് ഹൈവേ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിലുള്ള യാത്ര വളരെ മനോഹരമാണ്. വളരെ ഈസി ആയിട്ടാണ് റൈഡ് ചെയ്യാൻ പറ്റുന്നത്. 2 വീലർ, കാർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഈ റൂട്ടിൽ. ഏകദേശം 20 വർഷം മുതൽ 40 വർഷം വരെ ഈ റോഡ് ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ കോൺക്രീറ്റ് ഹൈവേസിൽ റിപ്പയേഴ്സ് വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഈ റോഡിന് കുറവാണെന്ന് പറയാം. പിന്നെ ഈ റിപ്പയേഴ്സൊക്കെ വരുന്ന സമയത്തുള്ള ബ്ലോക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കോൺക്രീറ്റ് റോഡ്സ് ആണെങ്കിൽ. കോൺക്രീറ്റ് ഹൈവേസിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് വാഹനങ്ങൾക്ക് ഇവിടെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ റോഡ് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയാം. അതിൻ്റെ കാരണം ഈ റോഡ് മഴയെയും വെള്ളപ്പൊക്കത്തെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യും. പിന്നെ ഈ റോഡിൻ്റെ പണി നടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇത് കുറേയൊക്കെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡാണ്. അധികം പൊല്യൂഷനൊന്നും ഉണ്ടാക്കാത്ത ടൈപ്പ് റോഡാണ് കോൺക്രീറ്റ് റോഡ്സ്. പിന്നെ വലിയ ഒരു ട്രാഫിക്കൊക്കെ വരുമ്പോൾ ഹെവി ലോഡുകളൊക്കെ ആയിട്ട് വരുന്ന ഹെവി വാഹനങ്ങളൊക്കെ താങ്ങി നിർത്താൻ കപ്പാസിറ്റിയുള്ള ഒരു മെറ്റീരിയലാണിത് കോൺക്രീറ്റ് റോഡ് എന്ന് പറയുന്നത്. പിന്നെ SH22 എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു റോഡ് കൂടിയാണ്. അത് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പോകുന്ന ഇരിഞ്ഞാലക്കുട റൂട്ട് മാത്രമല്ല, ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ വരെയും തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട വരെയും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട നിന്ന് കൊടുങ്ങല്ലൂർ വരെയൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി. എപ്പോഴാണ് ഒരു ടേണിങ് മുന്നിൽ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ടിൽ ഓവർടേക്കിംഗ് കുറച്ച് റിസ്ക് ആണെന്ന് തന്നെ പറയാം. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന റോഡാണിത്. കോൺക്രീറ്റ് റോഡൊക്കെ വരുന്നതിന് മുൻപ് റബ്ബറൈസ്ഡ് റോഡ് ഉണ്ടായിരുന്നപ്പോഴും അതിനു മുൻപ് നമ്മുടെ സാധാരണ റബ്ബറൈസ്ഡ് റോഡ് വരുന്നേക്കാളും മുന്നുള്ള റോഡുകളുടെ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ഷൊർണൂർ റൂട്ടായാലും തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡായാലും ഞാൻ ഒരുപാട് ബസ് യാത്ര ചെയ്തിട്ടുള്ള വഴിയാണിതൊക്കെ. പിന്നെ ഒരു കാലത്ത് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് പോയിരുന്ന റൂട്ടാണിത്. ആ സമയത്ത് ഞാൻ ഓട്ടോറിക്ഷയിൽ സെയിൽസ് ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് ഡിഗ്രി പാസ്സായതിനു ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജായിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത്. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കാക്കി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് കോളേജിൽ പോയിട്ട് പ്രോസ്പെക്ടസ് ഒക്കെ മേടിച്ചിട്ട് വന്നു അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നില്ല, ക്രൈസ്റ്റ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പിന്നീട് ഞാൻ തൃശ്ശൂർ ഒരു കോളേജിലാണ് പഠിച്ചത്. ഇവിടെ നിന്നും കുറച്ച് ഭാഗങ്ങളിൽ കോൺക്രീറ്റ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പണി തുടങ്ങിയിട്ടേ ഇല്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ കോൺക്രീറ്റ് റോഡ് എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്തതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്.
പിന്നെ കണ്ടില്ലേ ഈ റോഡ് കംപ്ലീറ്റ് ആവാൻ എത്ര സമയം എടുക്കുന്നത്. കാരണം കുറേ സമയം എടുത്തിട്ടാണ് ഓരോ കോൺക്രീറ്റ് ഹൈവേസും കംപ്ലീറ്റ് ആക്കുന്നത്. അതേസമയം മെയിൻ്റനൻസ് വരുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് താരതമ്യേന കുറവാണ്. ഈ ഭാഗത്തൊക്കെ നല്ല വീതിയുണ്ട് കേട്ടോ റോഡ്, കാണാൻ തന്നെ എന്ത് രസമല്ലേ. ഈ ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമാണ് കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, അവിടെ ഇപ്പം വർക്കിന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നമുക്കിത് വൺ വേ ആയിട്ട് തോന്നുമെങ്കിലും ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഇടയ്ക്ക് ഓപ്പോസിറ്റ് വരും കേട്ടോ. പക്ഷേ ബസ്സൊക്കെ വേറെ റൂട്ടിൽ കൂടെ ആയിരിക്കും തിരിച്ചു വിടുന്നുണ്ടാവും. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇതൊരു റബ്ബറൈസ്ഡ് റോഡായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഇത് കോൺക്രീറ്റ് റോഡ് തന്നെയാണ്. അതിൽ കളറ് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നതാണ്. ഇവിടെ അപ്പുറത്ത് വർക്ക് തുടങ്ങാനായിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ടില്ലേ, നനച്ചിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ. ഇവിടെ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം മുകളിൽ അത് വെറ്റാക്കിയിട്ടൊക്കെയാണ്, നന്നായിട്ട് നനയ്ക്കേണ്ടത് കൊണ്ട് ദിവസേന. എൻ്റെ കാര്യം ഞാനിതിലിപ്പോൾ ഇതൊരു ഉച്ച കഴിഞ്ഞിട്ടുള്ള നേരത്താണ്, ഏകദേശം എനിക്ക് തോന്നുന്നു 4 മണിക്ക് ഉണ്ടാവും. പക്ഷേ വലിയ ട്രാഫിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും റോഡ് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത്. ഈ ഭാഗത്തൊക്കെ വളരെ ചെറിയ സ്ഥലം തന്നെയാണ് കേട്ടോ പോകാൻ, കഷ്ടിച്ച്. ഇവിടെ റോഡൊക്കെ ഇറങ്ങിയിട്ട് തോന്നുന്നു. ആ റൈറ്റ് കാണുന്നതാണ് ഇവിടുത്തെ ഒരു വലിയൊരു ഇരിഞ്ഞാലക്കുടയിലത്തെ തന്നെ വലിയൊരു കൺവെൻഷൻ സെൻ്ററാണ് കാണുന്നത്, MCP കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് റോഡിൻ്റെ റിവ്യൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.